ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷീന എഴുതിയിരിക്കുന്നതിന് മേലെ കിടക്കാം. മാഡം, എൻ്റെ പേര് ഷീന. വിവാഹിതയായ ഒരു വീട്ടമ്മയാണ്. ഒരു മകനുമുണ്ട്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ദൂരെ മറ്റൊരു ജില്ലയിലാണ്. അദ്ദേഹത്തിന് അവധി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ തോന്നുമ്പോഴോ മാത്രമേ വരികയുള്ളൂ. വർഷങ്ങളായി അങ്ങനെയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യകാലത്ത് അമ്മായച്ചനും അമ്മായിമ്മയും ഉണ്ടായിരുന്നു. പിന്നീട് അമ്മായച്ചൻ മരിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം 2 വർഷത്തിന് മുമ്പ് അമ്മായിമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാനും മോനും തനിയായി. അമ്മായിമ്മ മരിച്ചു കഴിഞ്ഞ് ഭർത്താവില്ലാത്ത ദിവസങ്ങളിൽ തനിച്ച് ജീവിക്കാൻ എനിക്ക് വലിയ പേടിയായിരുന്നു. മോനാണെങ്കിലും ചെറിയ കുട്ടിയല്ലേ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ വന്ന് താമസിച്ചു. പക്ഷേ അമ്മയ്ക്കത് ബുദ്ധിമുട്ടാണ്. സഹോദരൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ അവിടെ ഉണ്ട്. പിന്നീട് തനിയെ കിടക്കാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞു. മോനുണ്ടല്ലോ, അവൻ്റെ ആൺകുട്ടിയല്ലേ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞെന്നെ സമാധാനിപ്പിച്ചു. കെമിസ്ട്രിയിൽ PG ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഞാൻ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നിട്ടും ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അതും വലിയ കുട്ടികൾക്കാണ്, ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്നവർക്ക്. പക്ഷേ പോകെ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ നിർത്തി. പൊതുവെ കുറച്ച് മടിച്ചാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ട്യൂഷൻ എടുക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ഒന്നും ശ്രമിച്ചില്ല. എൻ്റെ ഭർത്താവും എന്നെ നിർബന്ധിച്ചില്ല. അദ്ദേഹത്തിനും അതിൽ താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് എതിര് നിൽക്കുന്ന ടൈപ്പുമല്ല. അങ്ങനെ ഇപ്പോൾ അമ്മായിമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബോറടിയായി. ഇനിയും ഞാൻ പണ്ടത്തെ പോലെ ട്യൂഷൻ എടുപ്പ് തുടങ്ങിയാലോ, ഈ വീട്ടിൽ ആളും അനക്കമൊക്കെ ഉണ്ടാകുമല്ലോ എന്നോർത്തു. ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അതിനെന്താ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നീ ട്യൂഷൻ എടുക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പണ്ട് മുതലേ മുതിർന്ന പയ്യന്മാർക്കാണ് ട്യൂഷൻ എടുക്കാമെന്ന് ചേട്ടനറിയില്ലേ. എനിക്ക് ഈ കൊച്ചു കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യാനൊന്നും പറ്റില്ല. നിനക്കിപ്പോൾ ഒരു മോനില്ലേ, നീ എന്താ കൊച്ചു കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യാത്തത്? പിള്ളേരെ പഠിപ്പിച്ചാൽ മതി. ഇപ്പോൾ കുറേ നാളായില്ലേ, ടച്ചൊക്കെ വിട്ട് കാണും. ഇപ്പോഴത്തെ കെമിസ്ട്രി മാറിക്കാണെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാറിയിട്ടൊന്നുമില്ല, കെമിസ്ട്രി എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ്. പിന്നെ കൂടുതൽ ആഡ് ചെയ്തതേ ഉള്ളൂ. അതൊക്കെ ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം. എനിക്ക് നല്ല അറിവുണ്ടെന്ന് പറഞ്ഞില്ലേന്ന്. അത് വേണ്ട, ചെറിയ ക്ലാസ്സിലെ പിള്ളേരെ മതിയെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അങ്ങനെ നിർബന്ധം? അതെ, നീ മാത്രമേ ഇപ്പോൾ ഉള്ള വീട്ടിൽ. പണ്ട് എൻ്റെ അമ്മയുണ്ടായിരുന്നു, അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഈ PGക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പിള്ളേരില്ലേ, അവരൊക്കെ പ്രായപൂർത്തിയായ ആൾക്കാരാണെന്ന് ഓർത്തോണം. പെൺപിള്ളേരാണെങ്കിലും ഓക്കെ, ആൺപിള്ളേരുമുണ്ടല്ലോ. അവന്മാരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് ആർക്കറിയാം? അതുമാത്രമല്ല, നീ ഇങ്ങനെ മദാനസയെ നടക്കുകയല്ലേ എന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് തോന്നിയസാ പറഞ്ഞത്? എന്നെ നിങ്ങൾ അങ്ങനെ ഒരു പേര് വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന കുറേയധികം ഫീച്ചേഴ്സ് നിനക്കുണ്ട്. അത് നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരു കുട്ടി ഉണ്ടായ ശേഷം നിനക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ഇത്തിരി കൂടുതലാണ്. അതൊക്കെ കുലുക്കി നടന്ന് പിള്ളേരുടെ മുന്നിൽ വെച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ സ്വഭാവം മാറും. അനാവശ്യമായ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കും. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് വല്ലാത്ത ദേഷ്യം വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പൂരം വഴക്ക്. പിന്നീട് ഞാൻ ഭർത്താവിനോട് മിണ്ടിയില്ല. അടുത്ത ദിവസം വന്നപ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ല. എല്ലാം വെച്ച് കൊടുത്തു എന്നുള്ളതല്ലാതെ എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഞാനീ മസാല ദോശയാണ്, നിങ്ങളങ്ങോട്ട് മാറിക്കിടക്ക് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഏകദേശം 2-3 ആഴ്ച മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭർത്താവിന് മനസ്സിലായി, ഇനിയിപ്പോൾ പിണങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന്. അങ്ങേർക്ക് അവിടെ ഇരുന്ന് തലയിൽ ഒരു കുത്തൽ കയറുമ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്, എന്നെ ഓർത്തുകൊണ്ട് മാത്രം. ഇനിയിപ്പം അങ്ങേർക്ക് അവിടെ സമാധാനമായി ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരികയില്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. ഇപ്പം 3 വട്ടം വന്നിട്ടും ഒന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് ചെറിയ പ്രശ്നമല്ലെന്ന്. ഫോണൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ലായിരുന്നു. ഒരു ദിവസം അർജൻറ്റാണ്, ഫോൺ എടുക്കുമെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. പിന്നീട് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടി നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താ പരിഹാരം? ഞാനിവിടെ ട്യൂഷൻ തുടങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ വീട്ടിൽ തുടങ്ങാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. പക്ഷേ നിനക്ക് ട്യൂഷൻ എടുക്കണ്ടേ, ജോലി വേണം, നിൻ്റെ വിരസത മാറ്റണം. അതിനുവേണ്ടി ഞാനൊരു പദ്ധതി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ആകാംക്ഷയോടെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്കറിയാമോ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ ആ വടക്ക് ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ബന്ധുവുണ്ട്, ദേവിക ചേച്ചി. എനിക്കറിയാം ചേച്ചി. പക്ഷേ 6-7 വർഷമായിട്ട് അവരിവിടെ ഇല്ലല്ലോ. അവർ ദൂരെയും കണ്ടല്ലേ, തൃശ്ശൂരോ മറ്റോ അല്ലേ? എങ്കിൽ അവരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ നാളായി അവർ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഭർത്താവൊക്കെ മരിച്ചല്ലോ. മക്കൾ വിദേശത്തുമാണ്. പുള്ളിക്കാരി തന്നെയാണ് താമസം. അവിടെ പുള്ളിക്കാരി ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. മുതിർന്ന പിള്ളേർക്കുമുണ്ട്, ചെറിയ പിള്ളേർക്കുമുണ്ട്. നീ വേണമെങ്കിൽ അവിടെ പോയി അവരെ സഹായിക്ക്. അവർക്ക് ഒരാൾ വേണമെന്ന് പലരോടും പറഞ്ഞു. അപ്പോൾ ചേച്ചിയെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അതിനെന്താ, അവളെ എൻ്റെ അടുത്തേക്ക് വിടൂ. കെമിസ്ട്രി നന്നായിട്ട് അറിയാമെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. നോക്കട്ടെ, കുട്ടികൾക്ക് കെമിസ്ട്രി ടീച്ചറിനെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. നീ ചേച്ചി പോയി ഒന്ന് കാണുമെന്ന് പറഞ്ഞു.
ആ എങ്കിൽ പിന്നെ അത് പ്രശ്നമില്ല, അടുത്താണല്ലോ, ചേച്ചി ഒന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് ഞാൻ പോയി. വലിയ അടുപ്പമൊന്നുമില്ല, പണ്ട് കണ്ടിട്ടുണ്ട്, അവർ വർഷങ്ങളായി ഇവിടെ ഇല്ലല്ലോ. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ ഹാർദവമായി സ്വീകരിച്ചു. ഭർത്താവ് മരിച്ചു പോയതിൻ്റെ ദുഃഖമൊന്നും അവരുടെ മുഖത്ത് കാണാനില്ല. കഥകളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് പോയി. ഏതാനും വർഷം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അയാൾക്ക് അവിടെയായിരുന്നു ജോലി. അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി അവിടെ അങ്ങ് താമസിക്കുകയായിരുന്നു, കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോയപ്പോഴാണ് ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്. ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ചേച്ചി കഥകളൊക്കെ പറഞ്ഞപ്പോൾ സത്യമായും ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല. നിന്റെ ഭർത്താവൊക്കെ അറിഞ്ഞതാണല്ലോ, ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ല. അത് ഇവിടെ വെച്ചൊന്നും ആയിരുന്നില്ലടി, എല്ലാം അവിടെ വെച്ചായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ പകുതി പേര് അറിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ചേച്ചി ഒന്ന് വിഷമിച്ചു. പക്ഷേ ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വലിയ മക്കളുടെ അമ്മയാണെന്ന് പറയുകയില്ല. ശരിക്കും ചുവന്ന് തുടുത്ത് ഒരൈശ്വര്യമുള്ള ചേച്ചിയാണ്. ഞാനപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ തനിയാണ്, അമ്മ മരിച്ചു പോയല്ലോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ട്യൂഷൻ എടുക്കാമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ പറ്റില്ല, മുതിർന്നവർക്ക് അവിടെ ക്ലാസ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴുള്ള PGയും ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ചെക്കന്മാർ വന്നിട്ട് എന്നെ എന്തോ പിച്ചി പറിച്ചുകൊണ്ട് പോകുന്നതാണ് അങ്ങനെ പറഞ്ഞത് മുഴുവനും ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ പൊട്ടിച്ചിരിച്ചു. കൊള്ളാലോടി അവൻ എന്നോട് പറഞ്ഞത്, നിനക്കാണെങ്കിൽ പണ്ട് മുതലേ ജോലിയൊന്നും എടുക്കുന്നത് ഇഷ്ടമല്ല, ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നതാണ്, അതും എടുക്കാൻ മടിയാണ്, ഒന്നിനും പോകില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ അമ്മയൊക്കെ മരിച്ചതിൽ പിന്നെ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കുറച്ച് കുട്ടികളെ ഒന്ന് ശരിയാക്കി കൊടുക്കാമെങ്കിൽ അവൾ പഴയ ട്രാക്കിലേക്ക് വരും, അവൾക്കൊരു വരുമാനമാകുമെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ചേച്ചി എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ എന്നെ പേര് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കി. ഒരു മാസത്തോളം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ എന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച വഴിയാണിത് എന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതങ്ങനെയാടി, ഭർത്താക്കന്മാരെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ പുറത്തെടുക്കും, അല്ലെങ്കിലേ നമ്മളെയൊക്കെ പുല്ല് വിലയാണ്. പിന്നെ പെണ്ണുങ്ങളുടെ ഒരു ആയുധമാണല്ലോ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് നിഷേധിക്കുക. അപ്പോൾ ആണുങ്ങൾ വരുതിയിലാകും. എല്ലാ ആണുങ്ങളൊന്നും വരുതിയിലാകില്ല, പക്ഷേ നിൻ്റെ ഭർത്താവ് ആ ടൈപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും അവൻ അങ്ങനെ ഒന്ന് കണ്ടെത്തിയോണ്ട് നിനക്കിപ്പോൾ എൻ്റെ കൂടെ വന്ന് ഇവിടെ ഇരിക്കാമല്ലോ. എനിക്കൊരു സഹായം, നിനക്കൊരു സഹായം, നമുക്കിങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് പോകാടി, ഒരു വരുമാനമാകും. എങ്കിൽ പിന്നെ 10ാം ക്ലാസ്സും +2വും ഞാൻ നോക്കാം, നീ ഡിഗ്രി പിള്ളേരെയും PG പിള്ളേരെ നോക്കണം, നിനക്കൊരു 15 സ്റ്റുഡൻറ്റ് കാണും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യാൻ ചേച്ചിന്ന്. എന്തായാലും പിന്നീട് ഞാൻ കുട്ടികളുടെ പുസ്തകവും സിലബസും ഒക്കെ നോക്കി, ഇൻ്റർനെറ്റും ഒക്കെ നോക്കി എൻ്റെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്തു. എനിക്ക് പക്ഷെ അതൊന്നൊരു വിഷയമായിട്ട് തോന്നിയില്ല. കാര്യം എനിക്ക് ആ വിഷയത്തിൽ നല്ല അറിവുണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, അത് ചുമ്മാതല്ല, എപ്പോഴും ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഞാൻ നല്ലൊരു ടീച്ചറായിട്ട് മാറി. 7 ആൺപിള്ളേരാണ് അവിടെ ഉള്ളത് എൻ്റെ സ്റ്റുഡൻ്റായിട്ട്. അതിൽ ഡിഗ്രി ഉള്ളവരുണ്ട്, പിന്നെ PGക്കുള്ളവരുണ്ട്, 1-2 +2 സ്റ്റുഡൻസും ഉണ്ട്. കെമിസ്ട്രി വീക്കായവർ, പിന്നെ മറ്റ് വിഷയങ്ങളാണെങ്കിലും ഞാൻ എടുക്കും, അഡ്ജസ്റ്റ് ചെയ്യും. അവരുടെ എന്ത് ഡൗട്ട് ഞാൻ എന്ത് എഫേർട്ടും എടുത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ മോനെ കുട്ടിയാണ് ഞാൻ പോകുന്നത്, അപ്പോൾ പിന്നെ അവനോട് ഇരുന്നോളും. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ വരുമ്പോഴേക്കും ഏകദേശം 10 മണിയോളമാകും രാത്രി. ഒരു പ്രശ്നവുമില്ല, സന്തോഷം സമാധാനവും. ചേച്ചി ഞാനും കൂടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരു 9 തൊട്ട് 10 വരെ സാർ പറഞ്ഞിരിക്കും. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ അത്താഴം കഴിക്കുക, കാര്യം ചേച്ചിക്ക് തന്നെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സൂപ്പറായി പോവുകയായിരുന്നു. ഒരു ദിവസം ഞാൻ ഇത്തിരി താമസിച്ചാണ് ചെന്നത്. ആ സമയത്ത് കുട്ടികളോട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു, മുകളിലത്തെ നിലയിലാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്, താഴെയാണെങ്കിൽ ചേച്ചിയും. ഞാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവരെ കൈ കാണിച്ചു. ചേച്ചി ഒന്ന് കണ്ട് എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ട് മുകളിലേക്ക് കയറിപ്പോകാം എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ചേച്ചിയുടെ ട്യൂഷൻ റൂമിൽ കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. അവർക്ക് എന്തോ ഒരു ഹോംവർക്കൊക്കെ ചെയ്യാൻ കൊടുത്തിട്ട് ചേച്ചി എങ്ങോ പോയിരിക്കുകയാണ്. എവിടെ പോയെന്ന് ചോദിച്ചപ്പോഴേക്കും അറിയില്ല, അപ്പുറത്തുനിന്ന് ആരാണ്ട് വിളിക്കുന്ന കേട്ടു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ്, 10 മിനിറ്റ് ആയെന്ന് കുട്ടികൾ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഇരുന്ന മൊബൈൽ അടിക്കാൻ തുടങ്ങി. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ എൻ്റെ സ്റ്റുഡൻ്റാണ് ലിജേഷ്. അവനാണെങ്കിൽ വിളിക്കുന്നു, അവൻ്റെ നമ്പരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് താമസിച്ച് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്നില്ലേ? അവൻ എന്നെയല്ലേ വിളിക്കേണ്ടത്? എന്തിനാണ് ചേച്ചിയെ വിളിക്കുന്നത്? ആദ്യം ഞാൻ എടുത്തില്ല, പിന്നെയും അവൻ തുടരെ 3 വട്ടം കൂടെ വിളിച്ചു. 4ാമത്തെ വട്ടവും തുടരെ വിളി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്തു. ശബ്ദിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തുനിന്ന്, ചേച്ചി എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ, ഇന്നലത്തെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ പേടി തോന്നുന്നു. ചേച്ചിയല്ലേ പറഞ്ഞത് അറിയാതെ വല്ലതും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്ന് ചോദിച്ചു.
എനിക്കാണെങ്കിൽ എന്തോ പന്തികേട് മണത്തു. ഞാൻ ഉടനെ തന്നെ നീ എന്തായി പറഞ്ഞത്, നീ ഒന്ന് ട്യൂഷന് വരുന്നില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ശബ്ദം കേട്ടപ്പോഴേ അവൻ കട്ട് ചെയ്തു. എനിക്ക് സംശയം അധികരിച്ചു. പിന്നീട് അവൻ വിളിച്ചില്ല. ഞാൻ എൻ്റെ ഫോണിൽ നിന്നും പിന്നെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എടുക്കുന്നുമില്ല. എന്തോ കാര്യമായ കാര്യമുണ്ടല്ലോ എന്നോർത്ത് ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. പിന്നെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് ഇടയ്ക്കിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എടി, ദേ അപ്പുറത്തെ ഷീല എന്നെ അങ്ങോട്ട് വിളിച്ചതാണ്. ബാംഗ്ലൂർ പഠിക്കുന്ന അവളുടെ കൊച്ച് ഹോസ്റ്റലിലും കണ്ട് ഛർദ്ദിക്കോ മറ്റോ ചെയ്തതെന്നും എന്തോ ഫുഡ് പോയ്സൺ ആണ്. ആ കഥയൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാണ്. 10-25 മിനിറ്റ് അങ്ങ് താമസിച്ചു. ആ, നീ വന്നെന്നറിഞ്ഞു. പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ വരാതിരുന്നാണ്. നീ ലിജേഷ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്തായിരുന്നല്ലേന്ന്. ആ, 3-4 വട്ടം വന്നു. അപ്പോൾ എടുത്തു. ചെക്കൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ലെന്നും. അവന് ഞാൻ ഇന്നലെ കുറേ വഴക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് അവനങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും അത് അത്ര നല്ല ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. വഴക്കൊന്നും പറഞ്ഞതല്ല, വേറെന്തോ കാര്യമുണ്ട്. എന്തായാലും വൈകിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ചേച്ചിയോടൊന്ന് ചോദിക്കണം. എങ്കിലേ ചേച്ചി തത്ത പറയുന്ന പോലെ തത്തി കാര്യങ്ങൾ പറയൂ എന്ന് എനിക്ക് തോന്നി. ചേച്ചി ഒന്ന് എരികേറ്റിക്കഴിഞ്ഞാൽ ചേച്ചി എല്ലാ ഹൃദയരഹസ്യങ്ങളും പറയും. എന്നോടൊന്നും ഒളിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ചപ്പാത്തി പരത്താൻ തുടങ്ങി. ഞാനും കൂടെ നിന്ന് സഹായിച്ചു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മോനെ കൊണ്ടുവന്ന് ടി വിയുടെ മുന്നിലിരുത്തിയിട്ട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അവനെ വിളിച്ചപ്പോൾ അവൻ ഇങ്ങനെയാണല്ലോ സംസാരിച്ചത്. എന്താ ചേച്ചി ഇന്നലെ നടന്നത്? കറക്റ്റായിട്ട് കാര്യം പറയൂ. ചേച്ചി വിഷയത്തിൽ നിന്ന് തെന്നിമാറുള്ള കഥ പറയരുത്, അത് എനിക്ക് ദഹിക്കില്ല. ദഹിക്കുന്ന കഥ തന്നെ ചേച്ചി പറയൂ എന്ന് പറഞ്ഞു. ഒന്നുമില്ലടി, ഒന്നുമില്ല. ചെക്കൻ ചുമ്മാ അങ്ങ് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശാസിച്ചു അതിന് വേണ്ടിയിട്ടാണെന്ന്. ശാസിച്ചു, അതൊന്നുമല്ല, വേറെന്തോ ഉണ്ട്. പറയടി കള്ളി എന്ന് പറഞ്ഞ് ഞാൻ ഒരു നുള്ളു കൊടുത്തു. ഇത്തിരി കഴിഞ്ഞ് ചേച്ചി എന്നോട് പറഞ്ഞു, എടി പൊന്നുമോളെ, നീ ആരോടും പറയരുത് പ്ലീസ്. ഞാൻ പറഞ്ഞു, ആരോടും പറയില്ല. ചേച്ചി എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതില്ല. എങ്കിൽ ചേച്ചി ഇത് പറയൂ. എടി, അവൻ നീ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ട്യൂഷന് വരുന്നതെന്നറിയാമല്ലോ. ഞാൻ അവനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വരുന്നതിൽ പുരുഷ ലക്ഷണമൊത്ത ഏറ്റവും സുന്ദരനായ ചെക്കൻ അവനല്ലേടി? അത് ശരിയാ ചേച്ചി, ഏറ്റവും സൗന്ദര്യമുള്ളത് അവന് തന്നെയാണ്. പക്ഷേ ജിമ്മിലൊക്കെ പോകുന്ന വേറെ 2-3 പിള്ളേരില്ലേ, അവർ സൗന്ദര്യമുള്ളവരാണ്. പക്ഷേ ഇവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ? എന്നിട്ട് എന്താ ചേച്ചി സംഭവിച്ചത്? എടി, ഒന്നും സംഭവിച്ചതല്ല. ഇവനാണെങ്കിലേ മിക്കവാറും എൻ്റെ മുന്നിൽ വന്നിരിക്കും, എന്നിട്ട് കാലാട്ടും, നിർത്തത്തേയില്ല. ഇത് ഞാൻ പലതവണ വാൺ ചെയ്തു. ഞാൻ ഒരു ദിവസം പറഞ്ഞു, എടാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാലാട്ടരുത്, അതും പെണ്ണുങ്ങളുടെ മുന്നേ വെച്ചെന്ന്. അപ്പോൾ അവൻ ചോദിച്ചു, കാലാട്ടിൽ എന്താ പ്രശ്നമെന്ന്. ഞാൻ ആ സമയത്ത് അങ്ങ് പറഞ്ഞു പോയി, മോളെ, ഞാനല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പറഞ്ഞു, എടാ അമ്പലമണി ഉടഞ്ഞു പോകുമെന്ന്. അതോടുകൂടി ബാക്കിയുള്ള പെൺകുട്ടികളും അവിടെ ഇരുന്ന പിള്ളേരൊക്കെ അങ്ങ് ചിരിച്ചു. അവനത് പക്ഷേ വല്ലാതെ നാണക്കേടായിപ്പോയി. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എന്തിനാണ് എന്നെ അങ്ങനെ കളിയാക്കിയത്? അവരിനി എന്നെ ഇരട്ടപ്പേര് വിളിക്കുമെന്നും. ഞാൻ പറഞ്ഞു, വിളിക്കട്ടെ, നീ ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. ഇവിടെ വരുന്ന മറ്റാമ്പിളരെ പോലെയുള്ള നീ ശരീരപുഷ്ടി ഇത്തിരി കൂടുതലാണ്. അങ്ങനെ കാലാട്ടുമ്പോൾ മറ്റ് പെൺകുട്ടികളൊക്കെ ഇവിടെ ഇല്ലേ, അവർക്കൊക്കെ എന്തെങ്കിലും തോന്നിയാലോ? അപ്പോൾ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ശ്രദ്ധിക്കില്ലേ? എനിക്കും 2 മക്കളൊക്കെ ഇല്ലേ? അതിന് ചേച്ചിക്ക് ആൺമക്കളില്ലല്ലോ. ആൺമക്കളുണ്ടോ പെൺമക്കളുണ്ടോ എന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഞാൻ അടിമുടി നോക്കും. എന്തായാലും ചേച്ചി നോക്കി. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഞാൻ ഇതുവരെയും കാലാട്ടിയിട്ട് അവർ ഒന്നും കണ്ടതുമില്ല, അവർക്കൊന്നും മനസ്സിലായതുമില്ല, ഒന്നും തോന്നിയതുമില്ല. ചേച്ചിക്ക് മാത്രം എന്താ തോന്നിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി ഒറ്റ കുത്തു വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് കുത്താൻ ഭാവിച്ചു. അങ്ങനെ ചെക്കൻ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. അത് വലിയ പ്രശ്നമൊന്നും ആയില്ല. പക്ഷേ ചെക്കൻ അത് കഴിഞ്ഞ് പിന്നെ എന്നോട് അന്നാരം പുന്നാരം കിന്നാരം പറഞ്ഞു വരാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ വാട്സാപ്പിൽ ചില ലവ് സീനുകളൊക്കെ അയച്ചു തരാൻ തുടങ്ങി. ഞാൻ പറയും, നീ എന്തിൻ്റെ കേടാ നിനക്ക്, എന്തിൻ്റെ കുഴപ്പമാ, എന്തിൻ്റെ തുടക്കമാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറയുന്നത് എല്ലാം തുടങ്ങി വെച്ചത് ചേച്ചിയാണ്. ചേച്ചി എൻ്റെ ടീച്ചറല്ലേ, ടീച്ചറമ്മ, എനിക്ക് എല്ലാം പഠിക്കാൻ മോഹം തോന്നുന്നൊക്കെ പറയാൻ തുടങ്ങി. മോളെ, സത്യം പറഞ്ഞാൽ ചെക്കനെ എതിർത്ത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നാച്ചുറലി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഓർക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തിലും അവൻ്റെ പൗരുഷത്തിലും ഞാൻ ആകൃഷ്ടയായോ എന്നൊരു സംശയം. അപ്പോൾ പിന്നെ അവൻ അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാനങ്ങ് ആസ്വദിക്കാൻ തുടങ്ങി. പിന്നീട് തിരിച്ച് മറുപടി കൊടുക്കാൻ തുടങ്ങി. അവൻ എനിക്കൊരു വീഡിയോ അയക്കുമ്പോൾ അതിനേക്കാൾ നല്ല വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ചെക്കൻ്റെ വീഡിയോസ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് മോളെ അമ്പലമണിയുടെ മഹത്വം എനിക്ക് മനസ്സിലായത്. തമാശയ്ക്ക് അന്നേരം പറഞ്ഞതാണെങ്കിലും
പണിഞ്ഞിറക്കിയ മണി അടിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പിന്നെ ഒന്നും പറയണ്ടാടി, ഞാൻ സാഹചര്യം കിട്ടുമ്പോൾ അവനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. നിങ്ങളോട് പോയി കഴിഞ്ഞ പിന്നെ ഞാൻ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. എന്തായാലും വർഷങ്ങളായി എൻ്റെ മനസ്സിൽ ഇനി എന്ത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെക്കൻ ഇങ്ങനെയൊരു വഴി തുറന്നു തന്നത്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? അടങ്ങിയിരിക്കാൻ പറ്റുമോ? അവൻ അടുത്ത് വന്നപ്പോൾ പണ്ട് ഞാനും എൻ്റെ ഭർത്താവും ആദ്യമായി കണ്ട ആ നാളുകൾ എനിക്ക് ഓർമ്മ വന്നു. അറിയാതെ എന്നിൽ ഊർജം നിറയുകയായിരുന്നു. എനിക്ക് പിന്നെ മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല. കാര്യം ഭർത്താവിനെ ആ സമയത്ത് ഞാൻ സ്മരിച്ചില്ല. കാര്യം സ്മരണകൾ അവിടെ വേണ്ട, ഭർത്താവിനെ റീപ്ലേസ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ തെറ്റാണ്. ഇവനെ റീപ്ലേസ് ചെയ്യാൻ ലോകത്ത് ആർക്കുമില്ല എന്നുള്ള അവസ്ഥയായി. പള്ളിയേറെ തുറന്നു. മണിയുടെ ശബ്ദം കൊണ്ട് ഞാൻ പൂജ ചെയ്ത് നിർവൃതിയായി. കഴിഞ്ഞ ദിവസം അവൻ വന്നിട്ട് പോകാൻ നേരം കുറച്ച് കിന്നാരം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? നീ എന്നെ കല്യാണം കഴിക്കുമോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, കല്യാണമൊന്നും കഴിക്കില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, ഒത്തിരി പ്രായവ്യത്യാസമില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്കെന്നെ കല്യാണം കഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്ന്. എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എൻ്റെ ഡേറ്റ് ഒന്ന് മാറിയോ എന്നൊരു സംശയം. മിക്കവാറും ഒരാൾ വന്ന് നിന്നെ അച്ഛാന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉള്ളതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉള്ളതോ കള്ളമോ, എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ, നീ പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ചെക്കൻ 24 മണിക്കൂറങ്ങ് വിളിയാണ്. ഞാനാണെങ്കിൽ ഒട്ടും മറുപടിയും കൊടുത്തില്ല. ഒരു ദിവസം ഒന്ന് ടെൻഷൻ അടിക്കട്ടെ എന്ന് വിചാരിച്ചു. നീ നിന്റെ ഭർത്താവിന് വട്ടം കറക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ. എൻ്റെ പൊന്നു ചേച്ചി, ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് ആണെന്നറിയാമോ? അത്ര വലിയ റിസ്ക് ഒന്നുമില്ല, അവന് പ്രായപൂർത്തിയായതല്ലേ. അതല്ല, എന്നാലും നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ നാട്ടുകാരൊന്നും അറിയാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, ഇത് പരസ്പര സംബന്ധമല്ലേ. എനിക്കാണെങ്കിൽ ഭർത്താവൊന്നുമില്ല, അവനാണെങ്കിൽ ഭാര്യയുമില്ല. പിന്നെന്താ ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ കൂടെ നിയമം പോലെ നിൽക്കും. പിന്നെന്താ നിനക്ക്? അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അവനെ ദ്രോഹിക്കണമെന്നോ അവനെന്നെ കല്യാണം കഴിക്കണമെന്നോ ഞാൻ പറയില്ല. പക്ഷേ എന്നെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെറുതെ ഒരു വസ്ത്രം അങ്ങോട്ട് വിട്ടു, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നുമോളെ നീ ആരോടും പറയില്ലേ? ഇല്ല ചേച്ചി, ആരോടും പറയില്ല. പക്ഷേ ആ ചെക്കനെ പേടിപ്പിക്കരുത്, ഉള്ള സ്നേഹം കൂടെ കുറയും കേട്ടോ. അവൻ ടെൻഷൻ അടിച്ച് എപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചി ഇനി വിളിക്കുമ്പോൾ പറയണം, അങ്ങനെയൊന്നുമില്ല, തമാശ പറഞ്ഞതാണ്, എനിക്ക് ഇത്ര പ്രായമായില്ലേ, പണ്ടേ എല്ലാം സ്റ്റോപ്പ് ചെയ്താടാ, അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയണം. അല്ലെങ്കിൽ ചെറുപ്പക്കാരനാ, പേടിച്ചു പോകും, പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ തലമുറ എന്താ പിള്ളേർ ചെയ്യാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് പേടിയായി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ അവൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എടുത്തിട്ട്, എന്താണ് നീ കിടന്ന് ചാടുന്നത്? നിനക്കറിയില്ലേ എനിക്ക് ഇത്ര പ്രായമായതാണ്, 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി, എല്ലാം സ്റ്റോപ്പ് ചെയ്താണെന്ന്. പിന്നെ എങ്ങനെ ഉണ്ടാകുന്നതും? നീ എന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാടാ പൊട്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ ആശ്വാസത്തിൽ, അയ്യോ എനിക്കറിയാമായിരുന്നു ചേച്ചി, എന്നാലൊരു ടെൻഷൻ, എന്നാൽ പിന്നെ ഇന്ന് ഞാൻ വൈകിട്ട് വരട്ടെ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ ഇപ്പോഴെങ്കിലും വരരുതേ, ദേ ഇവള് പോയിട്ടില്ല, ഇന്ന് ഇവള് താമസിച്ചു. എന്തായിരുന്നു ആ ചേച്ചി ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അവൾ ചുമ്മാ ഇരുന്നാണ്, ഓരോ കഥകളൊക്കെ പറഞ്ഞു വന്ന്. അങ്ങനെ അവൻ ഫോൺ വെച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ ചേച്ചി മിക്കവാറും ദിവസങ്ങളിൽ അവൻ്റെ കഥകൾ എന്നോട് പറയും. പിന്നെ ചേച്ചി എന്നോട് പറഞ്ഞത് വേറൊരു പയ്യനുണ്ട്, അവന് ചേച്ചിയോട് ഇഷ്ടം പ്രകടിപ്പിച്ചു തുടങ്ങിയതാണ്. അതാണെങ്കിൽ ഇവൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ലിജേഷ് പറഞ്ഞിട്ടാണോ ചേച്ചിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒത്തിരി പേര് അറിഞ്ഞറിഞ്ഞ് അവസാനം ചേച്ചിക്ക് പേരുദോഷമാകുമെന്നും. ചേച്ചി പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല, അവരൊക്കെ എൻ്റെ ആരാധകരാണ്. ആരാധകരെ അറവാതിൽ തുറന്നു കൊടുത്ത് അകത്ത് കയറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ മോളെ കാര്യം? എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് വേണ്ടേ മോളെ ഒരു വരൾച്ച ദുരിതാശ്വാസം എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ചിരിച്ചു. പക്ഷെ ചേച്ചിയുടെ റിസ്ക് എനിക്ക് പേടിയായിരുന്നു. പതുക്കെ പതുക്കെ ചേച്ചിനോട് കഥ പറഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു, നിനക്ക് പിന്നെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് എല്ലാം നീ സമർപ്പയാമി എന്നുള്ള രീതിയിലാണല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, അങ്ങേർക്ക് അങ്ങേരുടെ കാര്യം അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ സ്നേഹമൊന്നും ഇപ്പോൾ ഒന്നിലും പ്രതിഫലിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ആണുങ്ങളല്ലേ അങ്ങനെ അടി, അവർക്കാണെങ്കിൽ ആരംഭശൂരത്വമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാ പിന്നെ ആവശ്യം വരുമ്പോൾ വരുന്നു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. സ്ത്രീകളല്ലേ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഈ പയ്യന്മാരാണെങ്കിലും ചേച്ചിയോട് നല്ല രീതിയിൽ നിൽക്കുന്നു. പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും അവരും ആണുങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് വിഷമമാകില്ലേ? ഇല്ലടി, അങ്ങനെയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. വരുന്നത് അപ്പോൾ എൻജോയ് ചെയ്യുക, അത് കഴിഞ്ഞ് നഷ്ടപ്പെട്ടാൽ പോയെന്ന് വിചാരിക്കാം.
എടി മോളെ, എനിക്കാണെങ്കിൽ ഐഫോൺ വേണമെന്ന് വലിയ ഇഷ്ടമായിരുന്നു. അന്നൊന്നും മേടിക്കാൻ പറ്റിയില്ല. പിള്ളേർ പോയി കഴിഞ്ഞ ശേഷം ദേ ആദ്യം തന്നത് ഐഫോണാണ്. ഇപ്പോൾ ഇത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കയ്യിൽ കുറച്ച് നാൾ ഇരുന്നല്ലോ, അത് മതി. അല്ലാതെ എനിക്ക് വലിയ മോഹമൊന്നുമില്ല. ഇനിയിപ്പം ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രോ മാക്സോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത എഡിഷനോ വേണമെന്ന് തോന്നും. അപ്പം പിന്നെ ആണും പെണ്ണും എല്ലാം കണക്കാണ് ഒരു കണക്കിന് എന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചിയുടെ ഈ ഫിലോസഫികൾ കേട്ട് ഞാൻ ആകൃഷ്ടയായിപ്പോയി. എൻ്റെ ജീവിതത്തിലും ഓളങ്ങളില്ലാത്ത പരപ്പുകളായിരുന്നു. ഒരു ദിവസം ഞാൻ അത് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എന്താടി നീ ഇത്ര വിഷമിക്കുന്നത്? നീ നിൻ്റെ എല്ലാ കൺസെപ്റ്റും മാറ്റിവെക്കൂ. ചേച്ചിയുടെ കൂടെ പള്ളിയറ തുറക്കാൻ വേണ്ടി വരൂ മോളെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ ഇവിടെ 2 ദിവസമൊക്കെ താമസിക്കുക. ചേച്ചി നിർബന്ധിച്ചപ്പോൾ ഞാനിവിടെ താമസിച്ചപ്പോൾ ഞാൻ പല മണിയൊച്ചയും കേട്ടു. അവസാനം ചേച്ചി എന്നോട് പറഞ്ഞു, നീയും പള്ളിയറയിൽ എൻ്റെ കൂടെ കയറാൻ. അന്ന് ഞാൻ ഒത്തിരി പേടിച്ചാണ് പോയത്. പക്ഷേ ചേച്ചി പറഞ്ഞതിൻ്റെ മഹത്വം എനിക്കന്ന് തിരിച്ചറിഞ്ഞു. ആ ചെക്കൻ, അവൻ ശരിക്കും ഒന്നൊന്നര സ്വത്തായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ചേച്ചിക്ക് ഒന്നിലധികമോ അതിലധികമോ ഒക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഒന്നിലൊതുക്കി. ഇപ്പോൾ ഞാനും ലിജിമോനും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ്. പക്ഷേ ഇപ്പോൾ എനിക്കും എല്ലാം മാറി മറിഞ്ഞ് അടുത്ത സന്തോഷ വാർത്ത വന്നു. ഭർത്താവും അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോഴെങ്കിലും ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചല്ലോ. എല്ലാവർക്കും സന്തോഷമായി. എൻ്റെ അമ്മ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് ശുശ്രൂഷയ്ക്ക്. ഞാൻ ഇപ്പോഴും ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ചെക്കനുമായിട്ട് ഞങ്ങളിപ്പോഴും നല്ല സ്നേഹത്തിൽ തന്നെ. പക്ഷെ ഞാനും ചേച്ചിയും ഇതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. അവൻ പേടിത്തൊണ്ടനാണല്ലോ. ഇതൊക്കെ കഴിഞ്ഞാലും ഭാവിയിലും അവൻ നമ്മുടെ കൂടെ കൂട്ടുകാരനായി വേണ്ടേ? അതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. റിസ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, ഇതൊന്നും ആരോട് പറയണ്ട. അറിയാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം ശുഭമായിരിക്കും. ഒന്നും മിണ്ടരുത്, കാണരുത്, പറയരുത്. എല്ലാം രഹസ്യമായിട്ടിരിക്കുക. ഒന്നിനും കുറ്റബോധം വേണ്ട മോളെ. നിന്റെ ഭർത്താവിനും നീ അറിയാത്ത പല കാര്യങ്ങളും കാണും. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ചിരിച്ചും കളിച്ച് തമാശയായിട്ട് അങ്ങോട്ട് പോകുന്ന നല്ലത്. എല്ലാം മറക്കൂ, ജീവിതം എൻജോയ് ചെയ്യൂ എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിയുടെ ആ ഒരു ആപ്തവാക്യം ഞാൻ ഇപ്പോൾ മുഖവേലിക്കെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ കഥ മാഡം. ഇത് വായിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വായിക്കാം. വായിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായവും എനിക്കില്ല. അഭിപ്രായം പറയാനോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ കഥ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് കേട്ടിട്ട്, നമ്മൾ സാധാരണ കേൾക്കുന്ന കഥകളൊക്കെ തന്നെയാണ് അതിന് അഭിപ്രായം. നിങ്ങളും ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം മനസ്സിൽ സ്വരൂപിച്ച് നല്ലതും ചീത്തയും തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.